നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മാസങ്ങളും ദിവസങ്ങളുമായി ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട്, അത് പ്രത്യക്ഷത്തിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധമാണ് എങ്കിലും ഇതിനിടയിലൂടെ ഇസ്രായേലിനെ തോണ്ടാൻ പലരും ശ്രമിക്കാറുണ്ട്. ഇറാനിലുള്ള വിമതർ, അതേപോലെ തന്നെ ലെബനിലുള്ള ഹിസ്ബുള്ള ടീം. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ഇസ്രായേൽ ലക്ഷ്യമാക്കി ഒരു മിസൈൽ തൊടുത്തുവിടുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള സിറിയയിലുള്ള ഗോലാൻ കുന്നിലാണ് ഈ മിസൈൽ വന്ന് പൊട്ടുന്നത്. അവിടെ 12ഓളം കുട്ടികൾ കൊല്ലപ്പെടുകയുണ്ടായി, വേറെ ആളുകൾ മരണപ്പെടുകയും പരിക്ക് പറ്റുകയും ചെയ്തു. സംഗതി മരണപ്പെട്ടതെല്ലാം മുസ്ലിങ്ങളാണ് എങ്കിലും ഇത് ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള സ്ഥലമാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ പോക്ക് അഥവാ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ കൈവശമുള്ള നമ്മുടെ കുറച്ച് സ്ഥലം എന്ന് പറഞ്ഞതുപോലെ തന്നെ സംഗതി സിറിയയിലെയാണെങ്കിലും ആ സിറിയയിലുള്ള ഗോലാൻ കുന്ന് ഇസ്രായേലിൻ്റെയാണ്. ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന സ്ഥലമാണ്. അവിടെയുള്ള ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു. അതിനാൽ തീർച്ചയായിട്ടും ഇതിന് ലെബനനിലുള്ള ഹിസ്ബുള്ളയ്ക്ക് ഞങ്ങൾ പകരം വീട്ടും, ഇതിന് തിരിച്ചടി കൊടുക്കും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. പക്ഷേ അങ്ങനെ ലെബനന് നേരെ എന്തെങ്കിലും ഒരു ആക്രമണ ശ്രമം ഉണ്ടായാൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല എന്നും ഈ യുദ്ധത്തിൽ ഞങ്ങൾ നേരിട്ട് പങ്കാളിയാവും എന്നും ഇറാനും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാൻ ഇങ്ങനെ യുദ്ധത്തിൻ്റെ തുടക്ക സമയം മുതൽ ഇസ്രായേലിന് ഓരോ തവണയും അന്ത്യശാസനം കൊടുക്കുന്നുണ്ട്. ആ അന്ത്യശാസനത്തിൻ്റെ എണ്ണം തന്നെ ഇപ്പോൾ സെഞ്ചുറി അടിക്കാറായി. ഓരോ തവണയും പറയുന്നതല്ലാതെ പ്രത്യക്ഷത്തിൽ അവരൊന്നും ചെയ്യുന്നില്ല. പക്ഷേ അവരുടെ രാജ്യത്ത് നിന്നുള്ള മറ്റ് വിമതരും മറ്റുമൊക്കെ റോക്കറ്റും ഡ്രോണും ഒക്കെ അങ്ങോട്ടേക്ക് വിടുന്നുണ്ട്. അതിന് തക്കതായിട്ട് സമയത്ത് തന്നെ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് വാങ്ങിക്കൂട്ടുന്നുമുണ്ട്. ഇറാൻ നിർമ്മിത ഫലക് 1 റോക്കറ്റ് ശനിയാഴ്ച ഗോലാൻ കുന്നുകളിലെ ഡ്രൂസ് പട്ടണമായ മജ്ദൽ ഷാമിലെ സോക്കർ മൈതാനത്ത് പതിക്കുകയും 12 കുട്ടികൾ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇസ്രായേലി നേതാക്കൾ ഹിസ്ബുള്ളയ്ക്കെതിരെ വേഗത്തിലുള്ളതും കഠിനവുമായ പ്രതികരണത്തിന് ആഹ്വാനം ചെയ്തു എന്ന തരത്തിലാണ് അവിടുത്തെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദുറൂസ് പട്ടണമായ മജ്ദലിൽ 12 കുട്ടികളെ കൊലപ്പെടുത്തിയ ഇറാൻ്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഭീകര സംഘത്തിൻ്റെ റോക്കറ്റ് ആക്രമണത്തിന് ഇസ്രായേൽ കടുത്ത പ്രതികരണം പ്രഖ്യാപിച്ചതിനാൽ ലെബനിലെ ഏതെങ്കിലും പുതിയ ഒരു സൈനിക സാഹസികത അപ്രതീക്ഷിതമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് ഇറാൻ ഞായറാഴ്ച ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ സെഞ്ചുറി അടിച്ച് കാണും. 100ാമത്തെ ചിലപ്പം 100ാമത്തെ മുന്നറിയിപ്പായിരിക്കും. ഇതിങ്ങനെ ഓരോ ദിവസവും തുടർന്നുകൊണ്ടിരിക്കും. സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഏത് അജ്ഞാത നടപടിയും മേഖലയിലെ അസ്ഥിരത, അരക്ഷിതാവസ്ഥ, യുദ്ധം എന്നിവയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കും. ഇറാൻ വിദേശകാര്യ വക്താവ് നാസർ കനാനിയുടെ അഭിപ്രായമാണിത്. അത്തരത്തിലുള്ള അപ്രതീക്ഷിതമായ പ്രത്യാഘാതങ്ങൾക്കും പ്രതികരണങ്ങൾക്കും ഇസ്രായേൽ ഉത്തരവാദികളായിരിക്കും. ടേറിന് സമീപവും തെക്കൻ ലെബനിലുള്ള ആയുധ ഡിപ്പോകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടെ ശനിയാഴ്ച രാത്രിയിൽ ഇസ്രായേൽ പ്രതിരോധ സേന ഹിസ്ബുള്ളയുടെ നിരവധി കേന്ദ്രങ്ങൾ തകർത്തതായിട്ടുള്ള വാർത്തകൾ വരുന്നുള്ളൂ. ഹിസ്ബുള്ളയെ കൂടാതെ ഒക്ടോബർ 7-ന് ആയിരക്കണക്കിന് ഭീകരർ 1200 പേരെ കൊല്ലുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്ത അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് ശേഷം ഇസ്രായേലുമായി യുദ്ധം ചെയ്യുന്ന ഗാസ മുനമ്പിലെ ഹമാസ് ഭീകര സംഘത്തെ ഇറാൻ നിരന്തരം പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു. യമനിലെ ഹൂതി വിമതരെയും ഇറാഖിലെയും സിറിയയിലെയും മിലീഷ്യകളെയും ഇറാൻ പിന്തുണയ്ക്കുന്നു. ഇവയെല്ലാം യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ ഇസ്രായേലിനെയും സഖ്യകക്ഷികളെയും ലക്ഷ്യമിടുന്നു. ഹിസ്ബുള്ളയ്ക്കും ലെബനനുമെതിരായ സമ്പൂർണ്ണ യുദ്ധത്തിൻ്റെ നിമിഷത്തിലേക്ക് ഇസ്രായേൽ അടുക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ശനിയാഴ്ച പറഞ്ഞു. ഹിസ്ബുള്ള എല്ലാ ചുവപ്പ് വരകളും ലംഘിച്ചു, അതിനാൽ അവർക്ക് തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാവും, അവരത് അർഹിക്കുന്നു എന്നും ഇസ്രായേൽ കൂട്ടിച്ചേർത്തു. ലെബനിലെ ഇസ്രായേൽ നടപടിക്ക് പിന്തുണയും നിയമസാധുതയും നേടാനും ഇറാനിലേക്ക് നേരിട്ട് വിരൽ ചൂണ്ടാനും ഒരു അന്താരാഷ്ട്ര പ്രചരണത്തിന് വിദേശകാര്യ മന്ത്രാലയം തയ്യാറെടുക്കുകയാണെന്നും ഇസ്രായേൽ പറഞ്ഞു. മജ്ദൽ ഷംസിലെ ആക്രമണത്തെ തുടർന്ന് US-ലേക്കുള്ള തൻ്റെ യാത്ര അവസാനിപ്പിച്ചതായും ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ഇസ്രായേലിൽ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പറഞ്ഞിരുന്നു.